പനങ്കയത്ത് ചുഴലിക്കാറ്റിൽ വ്യാപക കൃഷിനാശം. 25-ലേറെ വൈദ്യുത തൂണുകൾ തകർന്നു വീണു. 900-ഓളം നേന്ത്രവാഴകൾ നിലംപൊത്തി. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് മേഖലയിൽ മിന്നൽ ചുഴലി ആഞ്ഞു വീശിയത്. അരമണിക്കൂറിലേറെ നീണ്ടുനിന്ന ചുഴലിക്കാറ്റിലാണ് വ്യാപക നാശമുണ്ടായത്. ചുണ്ടക്കാട്ട് റബൂനി സി തോമസ്, ബിന്ദു പാറവിളയിൽ എന്നിവരുടെ നേന്ത്രവാഴകളാണ് നിലംപൊത്തിയത്. 1000 വാഴകളിൽ അവശേഷിക്കുന്നത് 100-ൽ താഴെ വാഴകൾ മാത്രമാണ്. 1.5 മാസത്തിന് ശേഷം വിളവെടുക്കാവുന്ന വാഴകളാണ് നശിച്ചതെന്നും 7 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നഷ്ടമുണ്ടെന്നും റബൂനി സി തോമസ് പറയുന്നു. ഇന്നലെ വൈകുന്നേരം ഒരു 8 മണി, രാത്രി 8 മണിക്ക് ഇവിടെ ഒരു മിന്നൽ ചുഴലി, ശരിക്കും മിന്നൽ ചുഴലി തന്നെയായിരുന്നു. കറങ്ങി അടിച്ച് ഒരു അരമണിക്കൂറോളം നിന്നു. അടിച്ച് മുഴുവൻ ഏരിയ മുഴുവൻ തകർന്നു. കാര്യമായിട്ട് ബാധിച്ചത് ഞങ്ങൾക്കാണ്. ഈ വാഴ ഒരു 1000-ഓളം വാഴ ഉണ്ടായിരുന്നു. അതിലൊരു 100-120 എണ്ണം ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം ഇതേപോലെ പോയി. ഏകദേശം 25 കിലോളം വെയിറ്റ് ആകേണ്ട കൊലയാണ്. 5 വളമിട്ട് അടുത്ത വളം ഇന്നിപ്പം പൊട്ടാഷിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ അതിന് കണക്കാക്കി ഇങ്ങനെ കൊണ്ടുവന്നതാണ്. ഒരു 1.5 മാസം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം വെട്ടാവുന്ന കൊലയായിരുന്നു. എല്ലാം ഒരുപോലെ കൊലച്ച് വന്നതാണ്. ഇതിപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു 5-8 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട്. 25-ലേറെ വൈദ്യുത തൂണുകളാണ് മരങ്ങൾ പൊട്ടി വീണതിനെ തുടർന്ന് തകർന്നു വീണത്. എരുമമുണ്ട മേരിലാൻഡ് ഭാഗത്ത് മരം വീണ് ട്രാൻസ്ഫോമർ തകർന്നു. 100 കണക്കിന് മരങ്ങളാണ് പൊട്ടി വീണത്. ഈ സമയത്ത് കടന്നുപോയ വാഹനങ്ങൾക്ക് മുകളിലേക്കും തേക്ക് മരങ്ങൾ ഉൾപ്പെടെ വീണ് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പനങ്കയം, കൂവക്കോൽ, പനങ്കയം, ശ്രീശങ്കര ശാസ്താ ക്ഷേത്രം ഈ ഭാഗങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടം. തെങ്ങ്, റബ്ബർ, തേക്ക്, കമുക് മരങ്ങൾ ഉൾപ്പെടെയാണ് കടപുഴകി വീണത്. 2019-ൽ വലിയ പ്രളയമുണ്ടായ കവളപ്പാറയ്ക്ക് 1 കിലോമീറ്റർ അടുത്താണ് ഇന്നലെ രാത്രി ചുഴലിക്കാറ്റ് ആഞ്ഞു വീശിയത്. കാലത്തിനൊപ്പം തികവാർന്ന ആധുനിക സൗകര്യങ്ങളുമായി എടക്കരയുടെ വികസന സാക്ഷാത്കാരം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം. സുഖകരമായ വിശ്രമത്തിന് AC ആൻഡ് നോൺ AC റൂം. ഒഴിവു സമയങ്ങളിൽ ഫാമിലിയോടൊപ്പം ഇഷ്ടവിഭവങ്ങൾ ആസ്വദിക്കുവാൻ AC ഫാമിലി റെസ്റ്റോറന്റ്. മികച്ച ഷെഫുമാരുടെ നേതൃത്വത്തിൽ വെജ് ആൻഡ് നോൺ വെജ്, ഇന്ത്യൻ, ചൈനീസ് വിഭവങ്ങൾ കൂടാതെ മറ്റ് വ്യത്യസ്തങ്ങളായ രുചിവകഭേദങ്ങൾ ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നു. മാരേജ് റിസപ്ഷൻ, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കമ്പനി മീറ്റിംഗുകൾ തുടങ്ങിയ പരിപാടികൾക്ക് AC കോൺഫറൻസ് ഹാൾ, ബാർ അറ്റാച്ച്ഡ് ഹോട്ടൽ കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നു. സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 04931 275 261 274 361 9496 401 160.